കാനറ ഫിഷ് ഫാർമേഴ്സ് റോയൽ ട്രാവൻകൂർ നിക്ഷേപ തട്ടിപ്പിലെ പ്രതി രാഹുൽ ചക്രവാണി പിടിയിൽ. കാസർഗോഡ് ബന്തെടുക്കയിൽ നിന്ന് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അരുൺ പാറക്കൽ കാസർഗോഡ് ചേർന്നു. അരുൺ, ഈ തട്ടിപ്പ് എങ്ങനെയാണ്, എന്താണ് തട്ടിപ്പിന്റെ പശ്ചാത്തലം? സുഹൈലെ, കേരളത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിക്കെതിരെ കണ്ണൂർ ജില്ലയിലും സമാനമായ കേസുണ്ട്. ഇപ്പോൾ കാനറ ഫിഷ് ഫാർമേഴ്സ്, റോയൽ ട്രാവൻകൂർ എന്നീ കമ്പനികളുടെ പേരിലാണ്, ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരിലാണ്, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരിലാണ് പ്രതി വ്യാപകമായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കച്ചവടക്കാരെ കേന്ദ്രീകരിച്ചും ഇത് നിക്ഷേപ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ബന്തെടുക്കയിൽ വെച്ചാണ്, കാസർഗോഡ് ബന്തെടുക്കയിൽ വെച്ചാണ് പ്രതിയെ നാട്ടുകാർ പിടികൂടിയത്. ബന്ധുവീട്ടിലായിരുന്നു. ബന്ധുവീട് വളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലാണ്. ടൗൺ സ്റ്റേഷനിൽ പ്രതിയുണ്ട്. പ്രതിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. FIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിക്ഷേപകർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ എത്ര രൂപ പോയത്? എൻ്റെ 1,04,000 എങ്ങനെയാണ് ഇതിന്റെ തട്ടിപ്പിന്റെ രീതി? തട്ടിപ്പ് എന്ന് വെച്ചാൽ ഇവർ ബാങ്ക് രീതിയിലാണ് ഇവരെ പ്രവർത്തനമെല്ലാം. പിന്നെ എല്ലാം ഡെയിലി അടക്കാം, എത്ര നമ്മൾ പണം ഉണ്ടോ ആ രീതിയിൽ അടക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ ഇത് 89,000 പിഗ്മി കളക്ഷൻ ഉണ്ട്, എമൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ 5,000 പോലെ മാസത്തിൽ കുറി ഉണ്ടായിരുന്നു, അതൊരു 3 കുറി ഉണ്ട്. അങ്ങനെ 15,000 വെച്ചിട്ട് ടോട്ടൽ 1,04,000 എൻ്റെ തന്നെ ഉണ്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 4-5 ആൾക്കാരുണ്ട്. അതിലൊരു ഒരുത്തന്നെ 35,000, പിന്നെ ഒരു 10,000, ഒരു പെണ്ണുങ്ങളുടെ 5,000, പിന്നെ അതേപോലെ തീരെ മേഖലയിൽ വർക്ക് വീടുള്ള ആൾക്കാരിൽ ചെറിയൊരു തുക ഉള്ളൂ. എവിടെ നിന്ന് നിങ്ങൾ ഈ പ്രതിയെ പിടിച്ച്? ബന്തെടുക്കുക. ഇവര് എങ്ങനെ അറിഞ്ഞ്? കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിന്റെ അവിടെ. എങ്ങനെ അറിഞ്ഞ് പ്രതി അവിടെ ഉണ്ട്? അത് അവരെ വണ്ടീന്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ. അവന്റെ പെണ്ണിന്റെ പിന്നെ ചടങ്ങ് കാര്യത്തിൽ വീഡിയോയിൽ കാണുമ്പോൾ ഇവന്റെ വണ്ടിന്റെ നമ്പർ നമുക്ക് കിട്ടി. അതിനനുസരിച്ച് പരിശോധിച്ചാൽ നമുക്ക് കിട്ടി അവന്റെ സ്ഥലം, ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റി. സുഹൈൽ, ഈ പ്രതി കാസർഗോഡ് ഉണ്ടെന്ന് നാട്ടുകാർ വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ പ്രതി വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിൽ കണ്ട വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അമ്മ, നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടപ്പെട്ടത്? 1,200. എങ്ങനെയാണ് നിങ്ങൾ ഈ പണം നിക്ഷേപിച്ച്? അത് അവർ കളക്ഷന് വരുന്നമല്ലേ. അപ്പോൾ പറഞ്ഞു പൈസ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു. കുറച്ച് പൈസ വെച്ചിന് ഞാൻ 2,000, 3,000 ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. എനിക്ക് മനസ്സേ വരുന്നില്ല. അതേ പിന്നെ കുറേ ഇട്ടപ്പോൾ ബാങ്കിൽ പോയ പറഞ്ഞ് നാളെ വാ എന്ന് പറയുന്നവർ. അതിന് പോയിട്ട് മടിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം പട്ടിണി കിടന്നാണ് സ്കൂളിലെല്ലാം പോകുന്നത്. ചായയും ചോറില്ലാണ്ട് ഈ പൈസ എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കിയത്. അയ്യപ്പനെ മല ചവിട്ടുമ്പോൾ ചവിട്ടിയാണ് ഈ പൈസ എല്ലാം വെച്ചത് അവരടുത്ത്. വയ്യ നോക്കുമ്പോൾ ഫോണിൽ വിളിക്കുമ്പോൾ അടുത്ത മാസം 5-ാം തീയതി 1-ാം തീയതി തരാമെന്ന് പറഞ്ഞു. അമ്മ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഈ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു? നമുക്ക് ഭർത്താവിന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്തത്. അയാൾക്ക് അപ്പോഴും മരുന്ന് വാങ്ങും. അയാൾ എന്നെ നയിച്ചിട്ട് അന്ത് വെച്ചത്. അയാൾ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ് നാളെ തരാം, മറ്റന്ന് തരാമെന്ന്. അപ്പം ഞങ്ങൾ ബാങ്കിലും പോയി കളക്ഷൻ വന്ന പെണ്ണിനോടും കെട്ടി. എന്നിട്ട് അവർ പറഞ്ഞ് അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത് ആണെങ്കിൽ എൻ്റെ തല്ലായിരുന്നു. നീ വെച്ചിനെന്തിന് എനിക്ക് പൈസ തരുന്നില്ല, നീ ഒന്നും മേടിച്ചു തരാം, ഞാൻ മേടുന്ന് ഇത് കൊടുക്കാൻ വേണ്ടി. ഞാൻ 25 വെച്ചിനി, ഞാൻ 20 എടുത്തിന്. ബാക്കി 7,500 രൂപ എനിക്ക് കിട്ടാനുണ്ട്. പണം ഇപ്പൊ തിരിച്ചു ലഭിക്കുന്നില്ല എന്നാണ്? കിട്ടുന്നില്ല. അവരെടുക്കുന്നില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. കുറേ പ്രാവശ്യം വിളിച്ചു എടുക്കുന്നില്ല. എല്ലാം ശരിയാക്കൂ, ഈ ഫോട്ടോ കോപ്പി എടുക്കട്ടെ എല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി അവർ. എന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. സുഹേലെ, ഇത് തന്നെയാണ് ഈ നിക്ഷേപകർ പറയുന്നത്. നിരവധി തവണ ഇവർ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഈ രാഹുൽ ചക്രവാണി MD ആണ്, ഈ ധനകാര്യ സ്ഥാപനങ്ങളുടെ MD ആണ്. ഇയാളെ നിരവധി തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഫോൺ എടുക്കുകയോ ഈ നിക്ഷേപകരോട് സംസാരിക്കാനോ പണം തിരിച്ചു കൊടുക്കാനോ തയ്യാറാവുന്നില്ല. സാധാരണപ്പെട്ട ആളുകളാണ്, കൂലിപ്പണിക്കാരുണ്ട്, തീരദേശ മേഖലയിൽപ്പെട്ട ആളുകളുണ്ട്, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്. ഇവർ ദിവസേന തങ്ങൾക്ക് ലഭിക്കുന്ന കൂലിയാണ് ഇയാളുടെ കമ്പനിയിൽ, അതായത് ഈ രാഹുൽ ചക്രവാണിയുടെ ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചത്. ഇത് തിരിച്ചു കിട്ടാൻ ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള വഴിയുമില്ലെന്നാണ് ഈ നിക്ഷേപകർ അടക്കം പറയുന്നത്. സാധാരണക്കാരാണ് ദിവസക്കൂലിൽ നിന്ന് ബാക്കി വെച്ച മിച്ചം പിടിച്ചത് ചേർത്ത് വെച്ച തുക അത് തട്ടിയെടുത്ത് നിക്ഷേപ തട്ടിപ്പിലെ പ്രതിയെ നാട്ടുകാർ തന്നെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ പാറക്കൽ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.